നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം മകരമാസത്തെ രാശിക്കൂറ് ഫലമാണ് ഞാൻ പറയുന്നത്. മകരമാസത്തെ രാശിക്കൂറ് ഫലം അത് ഏത് ദിവസങ്ങളാണ് മകരമാസത്തിൽ ഈ രാശിക്കൂറിൽ വരുന്നത്? 2026 ജനുവരി 15 മുതൽ ഫെബ്രുവരി 12 വരെയുള്ള ദിവസങ്ങളാണ് മകരമാസത്തിലെ ഈ ഫലത്തിൽ വരുന്നത്. അപ്പം മകരമാസത്തിൽ നമ്മുടെ രാശിചക്രത്തിൽ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു എന്ന് നോക്കാം. മകരമാസത്തിലെ രാശി ചാർട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മകരമാസത്തിലെ രാശിയാണ്. അപ്പോൾ ഓരോ ഗ്രഹങ്ങളും ഈ രാശി ചക്രത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നോക്കണം. വേടം മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത്. വേടം. ശനി നിൽക്കുന്നത് മീനൻ രാശിയിൽ. ഇപ്പൊ മിഥുനൻ രാശിയിൽ വേടവും മീനൻ രാശിയിൽ ശനിയും നിൽക്കുകയും രാഹു നിൽക്കുന്നത് മകരൻ രാശിയിലാണ്. ഇത് മകരൻ രാശിയാണ്. രാഹു അതായത് സർപ്പം നിൽക്കുന്നത് ഈ കുംഭൻ രാശിയിലാണ് രാഹു നിൽക്കുന്നത്. ഈ മകരവും കുംഭവും ശനിയുടെ രാശികളാണ്. അപ്പൊ രാഹു നിൽക്കുന്നത് കുംഭൻ രാശിയിൽ ഈ ശനിയുടെ ക്ഷേത്രം എന്ന് പറഞ്ഞ രാശി അതിലാണ് നിൽക്കുന്നത്. കേതു നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലാണ്. ചിങ്ങൻ രാശിയിൽ കേതു നിൽക്കുകയാണ്. കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഖി എന്നാണ് അതിനെ ഇതിൽ പറയുന്നത്, ജ്യോതിഷത്തിൽ പറയുന്നത് ശിഖി എന്നാണ്. ശിഖി അവിടെയാണ് നിൽക്കുന്നത് ചിങ്ങൻ രാശിയിൽ. മകരൻ രാശിയിൽ 4 ഗ്രഹങ്ങളാണ്. മകരൻ രാശിയിൽ 4 ഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. അത് ഏതൊക്കെയാണ്? സൂര്യനും ശുക്രനും ബുധനും കുജൻ എന്ന് പറഞ്ഞ ചൊവ്വ. ഇത്രയും ഈ ഗ്രഹങ്ങൾ മകരമാസത്തിൽ രാശിചക്രത്തിൽ ഓരോരോ രാശികളിൽ നിൽക്കുന്നു. അതിന്റെ ഫലമായി ഉണ്ടാകുന്ന മകരമാസത്തെ രാശിക്കൂറ് ഫലം ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലമാണ് ഞാനിവിടെ സവിസ്തരം വിസ്തരിക്കുന്നത്. ഇന്ന് ഇവിടെ പറയുന്നത് കർക്കിടകക്കൂറിന്റെ രാശിഫലവും ചിങ്ങക്കൂറിന്റെ രാശിഫലവും കന്നിക്കൂറിന്റെ രാശിഫലവുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ആദ്യം കർക്കിടകക്കൂറിന്റെ രാശിഫലം പറയാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, കാലി, പൂയം, ആയില്യം. ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ഇവർക്ക് വേഴം 12 വക്രഗതിയിൽ നിൽക്കുന്നു. ഇവരെ സംബന്ധിച്ച് ഈ മകരമാസത്തിൽ ഇവർക്ക് വേഴം 12 വക്രഗതിയിലാണ് നിൽക്കുന്നത്. ചിലവ് വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള വരവ് ഉണ്ടാവുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ചെലവ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം 12 ചെലവിന്റെ സ്ഥാനം. അപ്പൊ അവിടെ ചെലവുണ്ടെങ്കിലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഇവർക്ക് വരവ് അതിനനുസരിച്ച് വരവുണ്ടാവുകയും ചെയ്യും. ശനി 9 ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ കിട്ടാനുള്ള ചില ഭാഗ്യാനുഭവങ്ങൾക്ക് ഭംഗം വന്നു ചേരുകയും ചെയ്യും. ചില കാര്യങ്ങൾക്ക് ഭംഗം വരാൻ സാധ്യതയുണ്ട്. കയ്യിൽ കിട്ടിയത് തട്ടിപ്പോയെന്നും വരും. ഈ മാസത്തിൽ നമ്മുടെ കയ്യിലോട്ട് കിട്ടും എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ കയ്യോടടുക്കുമ്പോൾ അത് കയ്യിൽ നിന്ന് പോകുന്ന കാര്യമുണ്ടാവും. രാഹു 8 അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ ചില അപകടങ്ങൾക്ക് സൂചനയുണ്ട്. അത് നോക്കി യാത്രകൾ ചെയ്യുന്നത് നല്ലതാണ്. കൂടുതലും വാഹനാപകടങ്ങളാണ് കൂടുതലും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ളത്. അപ്പൊ വാഹനാപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വാഹനം ഓടിക്കുമ്പോൾ ഈ മകരമാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ചില അപവാദങ്ങൾ കേൾക്കാനും ഈ രാഹു 8 നിൽക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ചില അപവാദങ്ങൾ കേൾക്കും. പിന്നെ അതേപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ച് ചില
കാര്യങ്ങളിൽ ഇവർക്ക് ഉണ്ടാകുന്ന ചില സൂചനകളും ഞാനിവിടെ പറയാം. വിവാഹ സംബന്ധമായ ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകാനും ഈ മാസം സാധിക്കുന്നതാണ്. വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ കാര്യത്തിന് മുതിരാൻ നിൽക്കുന്നവർക്കോ ഒക്കെ ഒരു അനുകൂലമായ ഒരു സമയമാണ് ഈ മകരമാസം. പൊതുപ്രവർത്തകർക്ക് അംഗീകാരങ്ങൾ കിട്ടാൻ ഈ കർക്കിടകക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ കിട്ടാനും ഈ മകരമാസത്തിൽ സാധ്യതയുണ്ട്. കർക്കിടകക്കൂറിലെ മാസഫലം കഴിഞ്ഞു. ഇനി ചിങ്ങക്കൂറിന്റെ ഫലം പറയാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രം മകം, പൂരം, ഉത്രം, കാലി. ഇതാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് വേഴം 11 വക്രഗതിയിലാണ് നിൽക്കുന്നത്. വേഴം 11 വക്രഗതിയിൽ. കാരണം വേഴം ഇപ്പൊ നിൽക്കുന്നതൊക്കെ വക്രഗതിയിലാണ്. ഇനി അത് ജൂൺ 2 വരെ വേഴം മിഥുനൻ രാശിയിൽ വക്രഗതിയിലായിരിക്കും. അപ്പൊ ഇവരെ സംബന്ധിച്ച് വിചാരിക്കാതെയുള്ള ചില നേട്ടങ്ങൾ ഈ വേഴം 11 നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 11 വരവിന്റെ സ്ഥാനവും. അപ്പൊ വരവിന്റെ സ്ഥാനത്ത് ധനകാരകനായ വേഴം വരവിന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്തായിരിക്കും? വരവുണ്ടാകാനായിട്ടുള്ള സാധ്യത, അതായത് സാമ്പത്തികമായ നേട്ടങ്ങൾ അതിൽ ഉൾപ്പെടുകയും ചെയ്യും എന്നാണ്. കാര്യവിജയങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ മാസം ഇവർക്ക്. അതുകൂടാതെ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നല്ല ഐശ്വര്യവും കുടുംബസമാധാനവും ഉണ്ടാകാനായിട്ട് സാധ്യത ഉണ്ട് ഈ മാസം. ശനിയുടെ അഷ്ടമത്തിലെ നിൽപ്പ് ചില ദുഃഖവാർത്തകൾ കേൾക്കാൻ ഇടവരുത്തും. ശനി അഷ്ടമത്തിലാണ്, അതുകൊണ്ടാണ് ചില ദുഃഖവാർത്തകൾ കേൾക്കാൻ ഇടവരും. ചില അപവാദങ്ങൾ കേൾക്കാനും ചിലർക്ക് അവസരം വന്നു ചേരുന്നതാണ്. ചില അപവാദം കേൾക്കേണ്ടിയും വരും. ശനിനെ കൊണ്ട്, ശനിയുടെ നിൽപ്പനുസരിച്ച് അതാണ്. രാഹുവിന്റെ 7 നിൽപ്പ് ജീവിത പങ്കാളിയുമായിട്ട് ചില അഭിപ്രായ ഭിന്നതയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റ് ഗ്രഹങ്ങളുടെ ഫലമായിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മത്സരങ്ങളിൽ വിജയം ഉണ്ടാകാൻ ഈ മാസം അവസരം വരുന്നതാണ്. അതുകൂടാതെ ശത്രുദോഷങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്യും ഈ മാസം ഇവരെ സംബന്ധിച്ച്. അപ്പോൾ ഇവരെ സംബന്ധിച്ച്, ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ മകരമാസം വേഴത്തിനെ കൊണ്ട് ഗുണങ്ങളുണ്ടെങ്കിലും മറ്റു ചില ഗ്രഹങ്ങളെ കൊണ്ട് ചില ദോഷാനുഭവങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമായിരിക്കും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം ഉണ്ടാകാൻ പോകുന്നത്. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രം ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര. ഇവരെ സംബന്ധിച്ച്, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വേഴം കർമ്മത്തിലാണ് നിൽക്കുന്നത്. അതായത് 10ലാണ്. 10 എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രവൃത്തിയുടെ ഭാഗം കൂടിയാണ്. കർമ്മത്തിന്റെ ഭാഗവും കാര്യങ്ങളുടെ നടത്തിപ്പിന്റെ ഭാഗം കൂടിയാണ് കർമ്മം, ഇല്ലേ? അപ്പൊ കർമ്മഭാഗത്ത് ധനകാരകനായ വേഴം വക്രഗതിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ധനപരമായ ഉയർച്ച ഈ സമയത്ത്, ഈ മകരമാസത്തിൽ ഈ കന്നിക്കൂറുകാർക്ക് ഉണ്ടാകും. അപ്പൊ ചന്ദ്രകേന്ദ്രത്തിലാണ് വേഴം നിൽക്കുന്നത്. അതായത് ഇവരെ സംബന്ധിച്ച് ഇവരുടെ കേന്ദ്രസ്ഥാനത്താണ് വേഴം നിൽക്കുന്നത്. അപ്പൊ രാജയോഗത്തിന്റെ ഫലം ഇവർക്ക് കിട്ടും. ഗജരാജയോഗത്തിന്റെ ഫലം വരെ ഇവർക്ക് കിട്ടാവുന്നതാണ് ഈ ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിന്നാൽ. അതുകൂടാതെ അപ്പൊ ഈ വേഴത്തിനെ കൊണ്ട് നല്ല ഗുണങ്ങളാണ് ഇവർക്ക് ഈ മാസം ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ 7ലെ ശനി ഭാര്യയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടവരുത്തുന്നതാണ്. 6ലെ രാഹുവിന്റെ നിൽപ്പ് ശത്രുക്കളെ ഇല്ലാതാക്കും. ശത്രുവിൽ നിന്നും നമുക്ക് മോചനം കിട്ടും ഈ മാസം. ശത്രുദോഷം ഇവരിൽ നിന്നും അകന്നു പോകും.
പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് ചില അനുകൂല സാഹചര്യങ്ങൾ ഈ മകരമാസത്തിൽ വന്നു ചേരുന്നതാണ്. മറ്റ് ഗ്രഹങ്ങളുടെ ഫലമായി കലാരംഗത്തുള്ളവർക്ക് നല്ല ഒരു സമയമായാണ് കാണുന്നത്. കലാ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അതുകൂടാതെ പൊതുരംഗത്ത് അവർക്കൊക്കെ ഒരു മകരമാസം ഒരു നല്ല മാസമായി അതിനെ കാണാവുന്നതാണ്. എന്ത് ദോഷമുണ്ടെങ്കിലും, ഇവരെ സംബന്ധിച്ച് എന്ത് ദോഷമുണ്ടെങ്കിലും 10ലെ വേഴം അതിനെല്ലാം മറികടക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ മകരമാസത്തിൽ പൊതുവെ നല്ല ഫലങ്ങൾ കിട്ടുന്ന, നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കും കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ മകരമാസം. ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.